ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് സിംഗർ ചിക്കൻ ഷവർമയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വാം മിൽക്കാണ്. ഇളം ചൂടുള്ള പാല്, നല്ല ചൂടുള്ള പാൽ എടുക്കരുത്. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം. ഈ ഒരു രൂപത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് കവർ ചെയ്ത് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല ചൂടുള്ള പ്ലേസ് ആണെങ്കിൽ വേഗം പൊങ്ങിക്കിട്ടും. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ യോഗർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, വിനേഗർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഓണിയൻ പൗഡർ 1/2 ടീസ്പൂൺ, ജിഞ്ചർ പൗഡർ 1/2 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ, ഫെനഗ്രീക് പൗഡർ 1/2 ടീസ്പൂൺ, പാപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ, ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്തിട്ട് 30-40 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് മയോണീസ്, 2 ടേബിൾ സ്പൂൺ സെസമി സീഡ്, ഉപ്പ് 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ വിനീഗർ, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുബൂസിന് വേണ്ടി കുഴച്ച് വെച്ച മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോളുകളാക്കി എടുക്കാം. അപ്പോൾ ഇത് ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം.
അപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ കുബൂസൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് മൈദയും വെള്ളവും എടുത്തിട്ടുണ്ട്. ആദ്യം ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നായി മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മൈദയിൽ നന്നായി കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി മൈദയിൽ കോട്ട് ചെയ്ത ചിക്കൻ ഓരോന്നെടുത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ അധികം വെള്ളത്തിലിടേണ്ടതില്ല, ഇട്ട ഉടനെ തന്നെ എടുക്കണം. എന്നിട്ട് നന്നായി മൈദയിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രൂപത്തിലാണ് കോട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സിംഗർ ഷവർമ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഹാഫ് ക്യാബേജ്, പിന്നെ ഒരു കുക്കുംബർ ഉപ്പിലിട്ട് വെച്ചതാണ്, പിന്നെ ലാറ്റ്യൂസ് ലീവ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ചില്ലി സോസ്, പിന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ സോസാണ്. പിന്നെ കുബൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ സോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ക്യാബേജ് വെച്ച് കൊടുക്കുന്നുണ്ട്, ലെറ്റ്യൂസ് ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുക്കുംബർ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നീട് ഇതിന് മുകളിലായി വീണ്ടും നമ്മൾ ആക്കിയ സോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ സിംഗർ ഷവർമ റെഡി ആയിട്ടുണ്ട്.